ഇനി അങ്ങോട്ട് എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാല് എന്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് പണിയാൻ കഴിഞ്ഞു. പക്ഷെ ഇനി എന്റെ ആഗ്രഹം ഞാൻ മുന്നോട്ട് സജീവായിട്ട് ഈ ബിസിനസ്സിൽ വീണ്ടും ഞാൻ ഇറങ്ങി. എന്തുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം ചോദിക്കണ്ടേ, നിങ്ങൾ അജ്ജൊക്കെ ചെയ്തല്ലേ നിങ്ങൾ വീണ്ടും ഇറങ്ങിയോ എന്ന് പലരും വോയിസ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, എന്താ ഇറങ്ങുന്നതിന് എന്താ, നല്ല ഹലാലായ സംഭവല്ലേ, എന്തോ അറാമായതാണോ, എന്തോ കളവുണ്ടോ, ചതിയുണ്ടോ, വഞ്ചനുണ്ടോ, നമ്മൾ ഈ ബിസിനസ്സിന് എന്താണ് കുഴപ്പം നിങ്ങളൊക്കെ കണ്ടത് എന്ന് ചോദിച്ച്. സത്യല്ലേ? ഞാൻ ഇനി എന്റെ തീരുമാനം എന്താ വെച്ചാൽ, കുറെ വാപ്പല്ലാത്ത മക്കളുണ്ട്. ഇപ്പൊ കുറേ മക്കള് 30-35 പ്രായ ഭാര്യമാർക്കാകുമ്പോഴത്തേക്ക് 2-3 മക്കൾ നമ്മള് വാപ്പാരെ പഠിച്ചോൻ തിരിച്ചു കൊണ്ടുവന്നുണ്ട്. എത്രയോ അനവധി ഉണ്ട്. അങ്ങനത്തെ പാവപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നാണ് എന്റെ തീരുമാനം. പഠിച്ചോനെ സാധിപ്പിച്ചു തരട്ടെ ഈ ബിസിനസ്സോട് കൂടി. നമ്മക്ക് ഈ കമ്പനിയിൽ വന്നിട്ട് എന്താണ് നഷ്ടങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു നഷ്ടവും ഇല്ല, ഒറ്റ ഉറുപ്പ്യല്ല നഷ്ടവും ഞമ്മക്കില്ല. നേട്ടങ്ങളേ ഉള്ളൂ, എന്തുകൊണ്ടും നേട്ടങ്ങളേ ഉള്ളൂ. പണം കൊണ്ടാവട്ടെ, ശരീരം കൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, നേട്ടങ്ങളേ ഉള്ളൂ അല്ലേ. ബന്ധങ്ങളാവട്ടെ, നേട്ടങ്ങളേ ഉള്ളൂ. ആ നേട്ടങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി നിങ്ങൾ ബേക്കോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങൾ നമ്മൾ ബേക്കോട്ടൊന്ന് എടുത്ത് ചിന്തിക്കി. നമ്മൾ ഇതിൽ വന്നതിന് ശേഷം മുമ്പോട്ടൊന്ന് ചിന്തിക്കി. ഒരു പരീക്ഷണത്തിൽ കൂടി വളർന്ന ആളാണ് ഞാൻ. നല്ല ഭയങ്കര ഒരു പരീക്ഷണത്തിൽ കൂടി വിജയത്തിലേക്ക് വന്ന ഒരാളാണ്. കൂടുതൽ എന്റെ അസുഖത്തെ കുറിച്ചോ എന്റെ ജീവിതത്തെ കുറിച്ചോ ഞാൻ ഇതുവരെ വന്നതോ കുറിച്ചോ പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയാണ്ട് അത് മാറ്റി നിർത്തിയതാണ്. അപ്പോ കുറെ ആൾക്കൊക്കെ അറിയാം ബിസിനസ്സിലേക്ക് വരാൻ കാരണം ഞാൻ ബിസിനസ് ഏറ്റെടുക്കാനോ പൈസ ഉണ്ടാക്കാനോ ഒന്നും ഉദ്ദേശിച്ച് വന്നതല്ല. എനിക്ക് ഞാൻ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ അറിയാതെ തന്നെ എനിക്കൊരു അസുഖം പിടിപെട്ടു. ആ അസുഖത്തെ കുറിച്ച് ചികിത്സ ഒക്കെയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പല ബുദ്ധിമുട്ട് കാരണം എന്റെ ശരീരം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോവാണ്. മരുന്നുകളും ഇംഗ്ലീഷ് മരുന്നുകളും ഒക്കെ ഉണ്ട്, ഗുളികകളൊക്കെ ഉണ്ട്, ഒക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഛർദി വരിക, വയറ് വീർക്കുക, പല ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. അങ്ങനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മോളാണ് എന്നെ പരിചയപ്പെടുത്തിയതും എനിക്ക് തന്നതും. പക്ഷെ എന്റെ മോൾ എനിക്കിത് തന്നു, ഞാനത് കഴിച്ച് ഓരോരെയും ബുദ്ധിമുട്ട് അങ്ങനെ കഴിച്ചപാട് എനിക്ക് സമാധാനമൊന്നുമില്ല. എങ്ങനെ വെച്ചാൽ കൂടുതലായി വെച്ചാൽ വയറ്റുന്ന നല്ലോണമായിട്ട് ഇളകിപ്പോയെന്ന് വെച്ചാൽ എന്തോ ഒരു കറുത്ത എന്തോ ഒരു ഇത് എന്താണെന്നറിയാല. ഈ സർജറി ഒക്കെ കഴിഞ്ഞ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അത് വയറ്റുന്നങ്ങ് പോയി. അങ്ങനെ ഒരു 10-22 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു എന്താ പറയാ ഒരു മാറ്റം വരുമ്പോ ചെറിയൊരു മാറ്റം വന്ന് ഇപ്പൊ ഛർദി നിന്ന്. അപ്പൊ എനിക്ക് ഒരു ഭക്ഷണത്തിനൊക്കെ ഒരു ആഗ്രഹം വന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കണോന്ന് ഒരു തോന്നിച്ച് വന്ന്. നമുക്കറിയാം നമ്മളെ വയറിന് എന്തെങ്കിലും സംഭവിച്ചാല് നമ്മളെ കാര്യമായിട്ടുള്ള വയറാണ് ഞമ്മക്ക്. എല്ലാരും ഓർക്കുക, നമ്മളെ വയറിന് എന്ത് സംഭവിച്ചാലും നമ്മളെ തലക്ക്, നമ്മളെ കൈക്ക്, നമ്മളെ കാലിക്ക് എല്ലാത്തിനും ഇത് ബാധിക്കും. അത് ബാധിക്കാണ്ട് നിൽക്കൂല. അതുകൊണ്ട് എനിക്ക് പറയാൻ നിങ്ങളോട് എല്ലാവരോടുള്ളത്, വയറിന് നല്ലോണം ക്ലിയർ ആക്കണം. വയറ് ക്ലിയർ ആക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മളെ ഇതിലുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് റിസൾട്ട് ഉള്ള ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പൊ ഞാൻ ലിബാഗേനി ഇമോണിത്രി ആണ് ഫസ്റ്റ് തന്നെ ഞാൻ കഴിച്ചത്. ഇമോണിത്രിയും ലിബാഗേനിയും കഴിച്ചു. എനിക്ക് ഒരു 10-22 ദിവസം കഴിയുമ്പോൾ മാറ്റം പിന്നെ അധികമായപ്പോ ഞാൻ എന്റെ മോളെ വിളിച്ച് ചോദിച്ച മോള് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും, കുറച്ച് അധികം ആവുന്നിട്ടേ മാറ്റം വരൂ എന്ന് പറഞ്ഞ് ഞാൻ ക്ഷമയോടുകൂടി ഞാൻ കഴിച്ച്. എന്തിനു പറയുന്നു, ഞാൻ ഓരോരെയും 3 മാസം 9 ബോട്ടൽ ലിബാഗേനും 3 ബോട്ടൽ ഇമോണിത്രിയും തുടർച്ചേനെ വിട്ടുപോകാതെ കഴിച്ചു. അപ്പൊ എനിക്ക് വയറിന് നല്ലൊരു മാറ്റത്തിലേക്ക് ഞാൻ എത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ശരീരമൊക്കെ ഒന്ന് റെഡിയാവാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കാൻ വെച്ചാൽ പെട്ടെന്ന് നടക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഒരു വിരൽ വെച്ചാൽ വലത്ത് ഭാഗത്തൊരു സ്വാധീനക്കുറവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ കഴിച്ച് നാൽസ്യം, സ്പെർലിന, പിന്നെ നമ്മുടെ 95 അതെല്ലാം കഴിക്കുമ്പോൾ അതിനെനിക്ക് ഒരു മാറ്റം വന്നു. അപ്പൊ എനിക്ക് നല്ലോണം നടക്കാനും നിൽക്കാനും ഒക്കെ ആയി. നല്ല ആരോഗ്യമുള്ള ഒരാളായി, നല്ല അധ്വാനിക്കുന്ന ഒരാളായിരുന്നു. എല്ലാവർക്കും എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണ് എനിക്ക് ആരെയും അറിയില്ലെങ്കിൽ എന്നെപ്പറ്റി ഒരുവിധാക്കൊക്കെ അറിയാം. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ച് എനിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് വന്നുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരിക്കലും മാറാത്ത ഒരു 35 വർഷം പഴക്കമുള്ള ഒരു തലവേദന, എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തുടങ്ങിയ ഒരു തലവേദന.
ഒരു തലവേദനയല്ല, തലക്കുത്ത്. കാരണം അത് വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഇങ്ങനെ തലയിൽ കയറിയിരിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം എടുത്ത് വെക്കോ, അല്ലെ എന്തെങ്കിലുമൊക്കെ വേണോ, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു തലവേദന. അപ്പൊ ഈ സർജറി കഴിഞ്ഞോടുകൂടി അത് അധികരിച്ച് ഒന്നും കൂടി വേഗം വേഗം വരാൻ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞ, ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഡോക്ടർ പറഞ്ഞ് ഹോർമോണിന്റെ കുറവ് കാരണമായിരിക്കാം, ഹോർമോൺ ചേഞ്ച് ഇതായിപ്പോയല്ലോ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ്. അങ്ങനെ ആ തലവേദനക്ക് വേണ്ടി ഞാൻ കുടിച്ചു. ആ തലവേദനക്ക് വേണ്ടി 37 ഫൈറ്റ്രസും ചാമ്പിയും തലയിൽ വെക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ആ വേദനക്കും മാറ്റം വന്ന്. എന്തിനു പറയുന്ന, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന 6ഓളം അസുഖങ്ങൾ എനിക്ക് ഈ പ്രൊഡക്റ്റിനാല് ബേക്കോട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോ വല്ലാത്തൊരു അനുഭൂതി. കാരണം ഇത്രയും പൈസ ചെലവാക്കിയിട്ട് എന്റെ ശരീരം എനിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യത്തിൽ നിർത്താൻ കഴിഞ്ഞില്ല. കാരണം എല്ലാവർക്കും കാണാനൊന്നുമില്ല, ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും കാണുന്നവർക്കില്ല, ഇപ്പോഴും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞമ്മക്കൊരു പൊട്ടോ മുറിയോ ആണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം, എനിക്ക് ഇവിടെ ഒരു മുറിവുണ്ട്, അത് പറഞ്ഞാക്കി എനിക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ വേദന ഉണ്ട് എന്ന് ഒരാളെ നമുക്ക് പൊരക്കാരായാലും നമുക്ക് കാണിച്ചു കൊടുക്കാം. പക്ഷെ നമ്മളെ ശരീരത്തിൽ നമ്മളെ അലട്ടുന്ന ഈ ബുദ്ധിമുട്ട് സഹിച്ചും കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ. ഒരു മരുന്നുകൊണ്ടോ ഇനി ഡോക്ടർമാരാവട്ടെ, നമുക്ക് അസുഖം മാറ്റിയെടുക്കുമ്പോൾ ആ ഡോക്ടർമാരോട് നമുക്ക് ഒരു കടപ്പാടുണ്ടാവും. അതുപോലെ എൻ്റെ മോളോട് ഇതിൽ എനിക്ക് പറയാനുള്ള, ഇതിൽ വന്നപ്പോ എൻ്റെ മോളോടാണെങ്കിൽ ഇതിനൊക്കെയും കടപ്പാട്. അതുകൊണ്ട് എന്നെ ഇതിലേക്ക് മോളെ മോക്ക് മരുന്ന് കൊടുത്ത് അഫ്സത്ത് മേഡം എൻ്റെ ലീഡറാണ്, അവളോട് ഞാൻ ഇതിൽ കൂടി നന്ദി അറിയിക്കുന്നു. എൻ്റെ സാരിസ് സാർ, എൻ്റെ വിജു സാർ, എല്ലാവരും തന്നെ എൻ്റെ കൂടെ നിന്ന് ഞാൻ പല പ്രാവശ്യവും ഞാൻ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടും എന്നെ ഇതിലേക്ക് കൂട്ടിപ്പിടിച്ചും കൊണ്ട് കൈപിടിച്ച് മുന്നോട്ട് നയിച്ച എൻ്റെ ലീഡർമാർക്ക് ഇതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഞാൻ ഈ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മാറിയേരം ഇപ്പൊ ഇതെന്താണ് എനിക്ക് മനസ്സിലാക്കണം. എനിക്ക് ഇതുപോലെ എന്നെ ബുദ്ധിമുട്ട് സഹിച്ച് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, ഇംഗ്ലീഷ് ഗുളിയന്റെ അടിമായി നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. പഠിച്ചോനെ എനിക്ക് അതേപോലെയൊക്കെ കൊടുക്കണം, അവരൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളൊരു ആവേശം എൻ്റെ മനസ്സിൽ വന്ന് അങ്ങനെ ഞാൻ ഇത് പഠിക്കാൻ ശ്രമിച്ചു. എന്നെക്കൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, എല്ലാവർക്കും അറിയാം, ആരോഗ്യക്കുറവും വിദ്യാഭ്യാസക്കുറവും ഒക്കെ ഉണ്ട്. എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാനിത് എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ ശ്രമിച്ച് പഠിച്ചും കൊണ്ട് ഞാൻ ഇതിലേക്ക് വന്ന്, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് എനിക്ക് കഴിച്ച് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു പരീക്ഷണവും കൂടി എനിക്ക് നടക്കണം, എന്നല്ലേ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ. അഫ്സത്തുമ്മയുടെ പല തവണ ഇവിടെ വന്നപ്പോ ഞാൻ പറയും ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞോളെ വിട്ടതാണ്. പല തവണയും സാരി സാറും അഫ്സത്തുമ്മയുടെ ഒക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇത് കഴിച്ച് അഫ്സത്ത് മേഡത്തിനോട് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ അഞ്ചെത്തിക്കും ഒക്കെ ഞാൻ കൊടുത്ത്. പക്ഷെ അന്നപ്പൊന്നും ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പൊ അവർക്കൊക്കെ നല്ല അപാര റിസൾട്ട് കിട്ടി. അപ്പൊ എന്ത് ചെയ്ത്, എന്തായാലും എനിക്ക് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് വേണം, എൻ്റെ കയ്യിൽ പൈസ അല്ല, ഞാൻ എന്താ ചെയ്യേണ്ടേ മോനെ, എനിക്കൊരു സന്തോഷത്തിന് പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണ്, എനിക്ക് എടുത്ത് കഴിക്കാലോ, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചു. എന്തോ ഭയങ്കര ഒരു ഇഷ്ടമായി ഇതിനിപ്പോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ മോനെ എനിക്ക് പൈസ തന്ന്. എല്ലാവരും മനസ്സിലാക്കുക, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് ഉണ്ടെങ്കിലും ഈ കമ്പനിയും പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ ഒരു മടിയും ഉണ്ടാവില്ല. എനിക്ക് 1,00,000 എൻ്റെ മോൻ തന്ന്, ഞാൻ ആ 1,00,000 പ്രൊഡക്റ്റ് എടുത്തത് ഫസ്റ്റില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഒരു 15 റുപ്യക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മള് പുതിയ ആൾക്കാർ പറയാണ് 15 റുപ്യ 3 ID ഓപ്പൺ ആക്കണോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയാണ്. ഇത്രയും നല്ല ഈ പ്രൊഡക്റ്റ്, ഇത്രയും നല്ല അത്രയും ഞാൻ പറയട്ടെ, അത്രയും നല്ലൊരു സാധനം ഞമ്മക്ക് വാങ്ങാൻ എന്തിനാ നമ്മൾ മടിക്കുന്നത്? നമുക്ക് ഒരിക്കലും ഒരു മടി ഉണ്ടാവരുത്. കാരണം പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മളെ ചതിക്കൂല, ഒരു പ്രൊഡക്റ്റ് നമ്മളത് ഒരേലായി പോവുകയില്ല. ഒരു ഡേറ്റ് കഴിഞ്ഞിട്ടോ എന്തെങ്കിലും എൻ്റെ ടീം എനിക്ക് പോകുന്നില്ല, ഡേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തരും, ഒന്നും വരെ ചെയ്തിട്ടില്ല. അന്ന് ഈ പ്രൊഡക്റ്റിനെ നമുക്ക് എന്തിനാണ് നമ്മൾ തള്ളുന്നത്, നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത്? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളോട് എല്ലാവരോടും. അങ്ങനെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി 16-ാം ദിവസം വീണ്ടും 35,000 റുപ്യ കൂടി വീണ്ടും പ്രൊഡക്റ്റ് എടുത്ത് ഞാനിവിടെ ഒരു മീറ്റിംഗ് വെച്ച്, മീറ്റിങ്ങിൽ എല്ലാവർക്കും അറിയാം, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത് തന്നെ എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനോടുകൂടി എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിലേക്ക് വരുമ്പം തന്നെ അവസത്ത് മേഡത്തിനോട് എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ട്, ഉമ്മാക്ക് സുഖമല്ല, ഉമ്മ നിങ്ങൾ നോക്കെങ്കിൽ മാത്രമേ ഉമ്മനെ വിടുള്ളൂ, അല്ലാണ്ട് ഉമ്മാക്ക് സ്വന്തം പോകാനും വരാനും ഒന്നും പറ്റൂല
എന്ന് പറഞ്ഞു. അപ്പൊ അവസത്തമ്മയോട് പറഞ്ഞു, ഓ ആയിക്കോട്ടെ, എന്റെ ഞങ്ങളെ കൂടെ നിന്നാ മതി, ഉമ്മനെ ഞാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അവസത്തമ്മയുടെ ഒരൊറ്റ വാക്കുനാലാണ് കേട്ടോ ഞങ്ങൾ ബിസിനസ്സിലേക്ക് വന്നത്. അങ്ങനെ അവസത്തമ്മയുടെ ഫസ്റ്റിലൊക്കെ എന്നെ കൊണ്ട് നടന്ന് നല്ലോണം സഹായിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി പോവുകയും ഒക്കെ ചെയ്ത് പ്രൊഡക്റ്റൊക്കെ എല്ലാവർക്കും കൊടുത്ത് റിസൾട്ട് കിട്ടി. നല്ലത്. TC വരെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തതാ. TC വരെ ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് TC ആയിരുന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇതിലേക്ക് ടീമിനെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അങ്ങനെ ടീമിനെ കൊണ്ടുവന്ന് ടീമൊക്കെ വന്ന് വലുതായി. നിങ്ങൾ കണ്ടില്ലേ എത്ര ഈ ഒരു STCയിൽ ഒരു ആരോഗ്യമില്ലാത്ത വിദ്യാഭ്യാസം അല്ലാത്ത ഞാൻ STCയിൽ എത്തണമെങ്കിൽ എത്ര അധ്വാനിക്കേണ്ടി വരും, നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ടീമൊക്കെ വന്ന് അങ്ങനെ ടീമിനെയും കൊണ്ട് മുന്നോട്ട് നയിച്ചും കൊണ്ട് പോവാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ആകരുത്. പ്രൊഡക്റ്റ് ഒന്നിനൊന്ന് മെച്ചാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഞാൻ കഴിക്കാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല. എനിക്ക് തലവേദന മാറി, കൈയിന്റെ കാലിന്റെ പ്രശ്നങ്ങൾ മാറി, വയറിന്റെ പ്രശ്നങ്ങൾ മാറി, ഇതൊക്കെയും മാറിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറി. ഞാൻ കൊടുത്തിട്ട് തന്നെ പല അസുഖങ്ങളും എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ്, പല ആൾക്കാരെയും ആരോഗ്യത്തോടു കൂടി വീണ്ടെടുക്കാൻ കഴിഞ്ഞ്. അവരൊക്കെ ഒരു ദുആ എനിക്കുണ്ടാവില്ലേ? ഞാൻ അതേ വിചാരിച്ചുള്ളൂ. എല്ലാവരും ആർക്കായാലും ഇംഗ്ലീഷ് ഗുളികന്റെ അടിമായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടെങ്കിൽ അവർ കഴിക്കൂ. ഇവർക്ക് MRP കൂടുതൽ വില എന്ന് പറയുമ്പോൾ അവർക്ക് ഐഡിയ അടിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കുക, എന്നിട്ട് അവരോട് 2ാമത്തെ മാസം വാങ്ങുമ്പോൾ അവരോട് പറയാ, നിങ്ങൾക്ക് ഇതിന് നല്ല മാറ്റല്ലേ, നിങ്ങൾ 3 മാസമോ 6 മാസമോ കഴിക്കണം. അപ്പൊ നിങ്ങൾക്ക് MRP തരണ്ട, നിങ്ങൾ അവര് ഹോൾസെയിൽ വിലക്ക് നിങ്ങൾക്ക് തരാം, നിങ്ങളൊരു ID തരിക, IDക്ക് പൈസ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് നമ്മൾ ID അടിച്ചിട്ട് അവരിതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവരെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും. നമുക്കൊരു ഐഡിയ, നമുക്ക് അവർ വാങ്ങുന്ന പൈസ അവർ IDയിൽ വാങ്ങുമ്പോൾ അവർ ID ഓപ്പൺ ആവുകയും ചെയ്യും, നമ്മൾക്ക് പോളിങ് കയറുകയും ചെയ്യും. അതാണ് ഈ ബിസിനസ്. ഈ ബിസിനസ്സിലേക്ക് എനിക്ക് ഒരാളെ കൊണ്ടുവരാൻ വലിയൊരു വിഷമമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ ഇതിൽ വന്ന സുബൈദാമ്മയുടെ എന്റെ ടീമാണ്, ഞാൻ കൊണ്ടുപോകുന്ന ആളാണ്. സുബൈദ മേഡത്തിന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വീട്ടില് ഓണ സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറെ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അവിടെ അവളെ ഉമ്മ ഉണ്ടായിരുന്നു. അമ്മയായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ടീച്ചർ പറയുന്നത്, അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്, അവൾക്ക് സുഖമല്ല, അവള് കിടക്കാണ്, അവള് നയിച്ചെങ്കിൽ അവളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്തോ ഒരു സങ്കടമാണ് ഞങ്ങൾക്കൊക്കെ, നഴ്സറിയിൽ ഉമ്മ മോനെയും കൊണ്ട് വരും എന്നൊക്കെ അങ്ങനത്തെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളൊന്ന് പോയി കാണണം ലീലത്താന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ സഹായിക്കുന്ന ഒരു ഇതിലേക്ക് പെട്ട ഒരാളാണ് എന്തുകൊണ്ടും. അങ്ങനെ ഞാനും ഹസ്ബൻഡും അത് കേട്ട് പോന്ന്. പിറ്റേന്ന് ഞാൻ ഹസ്ബൻഡും ഓളെ വീട്ടൊക്കെ പറഞ്ഞു തന്ന് വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓള് എന്ത് പറയാനാ, കണ്ടിട്ട് എനിക്ക് എന്തോ സങ്കടാകുക. കാരണം ഭക്ഷണമൊന്നും കഴിക്കാനാവാതെ ഓക്കും ഈ പറഞ്ഞപ്പോൾ വയറ്റിൽ പുണ്ണുണ്ട്. ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയാ പോവുക, കാണിക്കുക, അങ്ങനെ എന്നിട്ട് കുഴഞ്ഞിട്ടൊക്കെ ഒരു പണിക്ക് പോകാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും ആവാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഈ ഇങ്ങനെ ഇതിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതൊന്ന് കഴിക്ക്, ലിവാഗേനി. അപ്പൊ അത് ഓള് ഇത് വാങ്ങി നോക്കി, സാധനം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ഇത് വാങ്ങി നോക്കും. കൂടാതെ നമ്മ ഇത് കഴിക്കാൻ പറ്റൂല, ഭയങ്കര വില ആണ്, ഞാൻ കോളേജിൽ പോയിട്ട് ഗുളിക വാങ്ങി കഴിച്ചോളൂ, എനിക്കിത് കഴിക്കാൻ പറ്റൂല, എനിക്ക് ബലമുണ്ട്. ഞാൻ പറഞ്ഞു പൈസ ഇങ്ങനെ തരണ്ട, എന്നോട് പൈസ ആരും ചോദിച്ചിട്ടില്ലല്ലോ, ഇനി ഇത് കുടിക്ക്, ഇത് കുടിച്ച് എനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് ഒരു ജീവിതത്തിന് ഒരു ഇതാവുള്ളൂ, ഭക്ഷണം വെക്കണമെങ്കിൽ ഇനി പോണ്ടേ, അപ്പൊ ഞാൻ എന്തായാലും ഇത് കഴിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഓളത് കഴിക്കാനും കഴിച്ചിട്ട് ഞാൻ അവളമ്മനെ ഏൽപ്പിച്ച്. ഉമ്മാനെ പറഞ്ഞു, ഉമ്മ നിങ്ങളിത് കൊടുക്കി നോക്ക്, നല്ല മാറ്റത്തിലേക്ക് എത്തും, ഇംഗ്ലീഷ് ഗുളിക കുടിച്ചോണ്ട് വന്നത് മാറൂല, എനിക്ക് മാറിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മനെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു. ഉമ്മാനെ വിളിച്ചു നോക്കും. ഇപ്പൊ ഫസ്റ്റ് ദിവസം ഒന്നും അവള് കുടിച്ചില്ല. പിന്നെ 2ാമത് ഞാൻ പറഞ്ഞേരെ വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു അവള് കുടിക്കുന്നുണ്ട്. അങ്ങനെ അവള് പ്രൊഡക്റ്റ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒക്കെ അത് മാറ്റം വന്നു. ഈ മാറ്റം വന്നതിന് ശേഷം ഒക്കെ നല്ലോണം മാറ്റം വന്ന് വീണ്ടും ഞാൻ ഒക്കെ കൊണ്ടുപോയി പ്രൊഡക്റ്റ് കൊണ്ടുപോയി. അവളോട് ഞാൻ പറഞ്ഞു, ഇത് 3 മാസം ഇനി കഴിക്കണം, കഴിച്ചെന്റെ സൂക്കേട് മാറും, എന്റെ ആരോഗ്യത്തിൽ ഇനി തിരിച്ചു വരും. പിന്നെ ഞാനൊരു ബിസിനസ്സാണ് ഇത്, എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്, ആ ബിസിനസ് ഇനി ഏറ്റെടുക്കണം പറഞ്ഞു. നിങ്ങളാ പറയരുത്, എനിക്ക് ബിസിനസ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റൂല, ഞാൻ മോഡിക്കാറിലൊക്കെ കൂടി അങ്ങനെ ആയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആരും സ്വീകരിക്കൂല, എനിക്ക് പറ്റൂല, ലളിത നിങ്ങളത് പറയേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവള് അതോരിതില്ല, ഞാൻ തിരിച്ചു പോകുന്നു. ഇവള് ഏതായാലും കഴിക്കട്ടെ, കഴിച്ചിട്ട് മാറ്റം വരട്ടെ, ഞാൻ തിരിച്ചു പോകുന്നു. അങ്ങനെ പോന്ന് 6 പ്രാവശ്യം ഓൾ ഏരിയത്തിൽ ഞാൻ ഈ ബിസിനസ്സും പറഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നെ അവസാനം ഞാൻ അവസത്ത് മേഡത്തിനെയും കൊണ്ടുപോയി. എന്നതിന് ശേഷം അവള് ഈ ബിസിനസ് പോവുകയാണ്, പോവട്ടെ, 5000 റുപ്യ അല്ലേ എന്ന് ഇവള് വിചാരിച്ചെങ്കിൽ തന്നതാണ് അവളെ മെയിൻ ID ഓപ്പൺ ആക്കാൻ.
ആ മെയിനായിട്ട് ഓപ്പൺ ആക്കി ഓക്ക് തോനെയും പേസ്റ്റാണ് കൊണ്ടുപോയത്. പേസ്റ്റ് കൊണ്ടുപോയി ഞാൻ തോനെ പേസ്റ്റ് ഉണ്ട് ഉണ്ടായപ്പോ ഞാൻ പിന്നെ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു എല്ലാത്താങ്കി പേസ്റ്റ് നല്ലോണം പോകുന്നുണ്ട്, ഇത്ര പേസ്റ്റ് പോയിട്ട് റെഡിക്കണക്കിന് അറിഞ്ഞൂടാ പോയിക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് പേസ്റ്റ് എല്ലാവരും എന്നോട് വാങ്ങുന്നില്ലേ, ഇനി പണിക്ക് പോകുന്ന പുറക്കാർക്കൊക്കെ അടുക്ക് പേസ്റ്റ് കൊടുത്തൂടെ? അതല്ല ഞാൻ പറഞ്ഞത്. എന്നെക്കൊണ്ട് ഇനി എന്തായാലും ഈ ബിസിനസ് നല്ലോണം ഒന്ന് മനസ്സിലാക്കണം, മീറ്റിങ്ങിനും കാര്യത്തിലൊക്കെ ഇനി വരണം, ഇനി പഠിക്കണം, പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി പറ്റൂല, എനിക്ക് പണിക്ക് പോകണം, പണിക്ക് പോയില്ല എന്റെ പോരെ പട്ടിണിയായി പോവും, എനിക്ക് പല കുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അതൊക്കെ നിന്നെടുക്കാണ് ഞാൻ സുഖമില്ലാത്തത് കൊണ്ട്, അപ്പൊ ഞാൻ എന്തായിട്ടും പണിക്ക് പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണിക്ക് പോട്, പണിക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാൻ കൂട്ടത്തിൽ ഇത് ചെയ്താൽ നല്ല കാര്യമാണ്, എന്നില്ല നാളേക്ക് ഉപകാരപ്പെടൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനാണ് എന്തോ തോന്നി ഒരു ദിവസം GTS സെന്ററിൽ ഇവിടെ എത്തിച്ച് GTS സെന്ററിൽ എത്തി ഇത് കേട്ടപ്പോ നമ്മളെ സായർ സാർ അത്രയും ഇതാണ് വെള്ളം കോലോ അത്ര സായർ സാർ വെച്ച് അല്ലല്ല ഇലാമേടോ ഇതൊക്കെ എന്തോ ചെയ്യോ എന്ന് അത്രയും വളഞ്ഞ് എന്താ പറയുന്നത് അത്രയും ക്ഷീണിക്കായിക്ക് ചെയ്യോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സായർ സാർ എനിക്ക് ഇവിടെ രക്ഷപ്പെടുത്തണം, എനിക്ക് ഇവിടെ രക്ഷപ്പെടുത്തി എനിക്ക് ദുനിയാവും ആഹാരവും കിട്ടും, അതിനെക്കൊണ്ട് എനിക്ക് രക്ഷപ്പെടുത്തണം. ഞാൻ കാരണം ഓൾ ആവശ്യക്കാരത്തി ആയതുകൊണ്ടാണ് ഞാൻ ഓളെ മുറുക്ക പിടിച്ചത്. കാരണം ഓക്കിത് മനസ്സിലായാൽ ഓൾ ഇത് ഏറ്റെടുക്കും, ഉറപ്പായിട്ട് ഏറ്റെടുക്കും. അതെനിക്ക് എന്റെ മനസ്സിൽ തോന്നി. കാരണം എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഓളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ ഞാൻ ഓളെ കൂടെ നിന്ന് കൊടുത്ത് ഓള് പണിക്ക് പണി കഴിഞ്ഞ് എന്റെ വീട്ടിൽ വന്നിട്ട് 5-5:30 ഞങ്ങൾ ഇവിടുന്ന് പോകും. ഓള് ഒന്നോ രണ്ടോ ആളോള് കണ്ടുവച്ചിട്ടുണ്ടാവും. അവരെടുത്ത് സംസാരിക്കാൻ പോവാണ് ഞാൻ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോവാണ്. ഇവിടെ വന്ന് പാവം എന്നെ വണ്ടിമ കയറ്റി കൊണ്ടുപോയി ഒരാൾ കൊണ്ടുപോകാൻ എനിക്ക് സ്വന്തം പോകാൻ കൊണ്ടാവൂല. പോയിട്ട് അങ്ങനെ ടീമിനുണ്ടാക്കി സുബൈദാമ്മയുടെ ഒന്ന് ഈ നിലയിലെത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ അസുഖങ്ങൾ മാറി, നമ്മക്ക് സമാധാനവും സന്തോഷവും നമ്മളെ മനസ്സിനും ശരീരത്തിനും കിട്ടി, സമ്പത്തും കിട്ടി. നമ്മളത് മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോ അവരിതിൽ വളർന്ന് നമ്മൾക്ക് ഈ സന്തോഷം പങ്കിടുമ്പോ എത്രമാത്രം നമ്മൾ സന്തോഷിക്കുക. അതിൽ വലിയത് എന്തോ ഉണ്ടോ? അങ്ങനത്തെ ഒരു ബിസിനസ് ഏടോ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും. എല്ലാരും ആഴത്തിലൊന്ന് ആലോചിക്കേണ്ടിയുണ്ട് ഈ ബിസിനസ്. അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവവും ഇല്ല. നമ്മളെ കൂട്ടുകുടുംബത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് ഓൽക്കൊണ്ട് തരാൻ കഴിയൂല. ഈഗോ ആയിരിക്കൂ, അല്ലെങ്കിൽ വേറെന്താ അസൂയപ്പെട്ടിട്ടോ അങ്ങനൊക്കെ കെട്ടുള്ളൂ. ഈ മൈലൈഫിൽ നിങ്ങൾ നോക്കി, മൈലൈഫിന്റെ ഒരു കൂട്ടിപ്പിടുത്തം, മൈലൈഫിൽ വന്നേരുള്ള ഒരു സമാധാനം, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര സമാധാന സന്തോഷമാണ് ഈ മൈലഫിനോട്. ഈ പ്രൊഡക്റ്റ് ആവട്ടെ, ഇതിലുള്ള ടീമാവട്ടെ, നമ്മളെ ലീഡേഴ്സ് ആവട്ടെ, എന്തൊരു സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളവരോട് ഈ ബിസിനസ് എന്താണ് നിങ്ങൾ പഠിക്കണം. പഠിച്ചും കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. പഠിച്ച് ചെയ്യണം. നമ്മളൊരു ടീമിനെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റിന് നമ്മൾ പ്രൊഡക്റ്റ് അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. ഫസ്റ്റിൽ ഉപയോഗിച്ച് ആ റിസൾട്ട് കിട്ടിയെന്ന് തോന്നുമ്പോൾ നമ്മൾ അവരോട് എന്ത് ചെയ്യുക, അടുത്ത മാസം നമ്മൾ ബിസിനസ് പറയാം. ഈ ബിസിനസ് പറഞ്ഞിട്ട് അവർ പറയും പൈസ ഒന്നുമില്ല ഇതാക്കില്ല, നിങ്ങൾ പൈസ ഒന്നും ഇപ്പം നോക്കണ്ട, നിങ്ങൾ GTS സെന്ററിൽ വരി, അവിടെ വന്നിട്ടൊന്ന് കേട്ട് നോക്കി, കേട്ടിട്ട് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി, നിങ്ങൾ വരി എന്ന്. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഞങ്ങളെ കൂടെ GTS സെന്ററിൽ ഒന്ന് വരി എന്ന് പറഞ്ഞിട്ട് പോലെ GTS സെന്ററിൽ എത്തിക്കാം. GTS സെന്ററിൽ എത്തിച്ചിട്ട് അവർ കേൾക്കട്ടെ, അവർ കേട്ടിട്ട് അവരോട് തീർന്നിട്ട് അവരോട് ചോദിക്കും ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെന്ന് തോന്നി, നമ്മൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് അവർ ഐഡിയ അടിച്ചിട്ട് അവരതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൂടെ നിന്ന് കൊടുക്കുക. അവരെ കൂടെ നിന്ന് കൊടുത്താലേ നമ്മൾ എന്ത് ചെയ്യും, നമ്മളും വളരും അവരും വളരും. എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ നമ്മളെ വിരലത്തുമ്പത്ത് തൊടുന്നിടത്തിലുണ്ട് എല്ലാ സംഭവവും. ഫോണിൽ അടിച്ചു നോക്കിയാൽ നമ്മൾ എന്തിന് കഴിക്കണമെന്നും എന്തിനാണ് ഈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുകയെന്നും ലീഡേഴ്സിനെ വിളിക്കാതെ തന്നെ നമുക്കറിയാം. നമുക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മളെ വിരലത്തുമ്പത്ത് ഫോണിലില്ലേ. അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ തന്നെ ഓരോരോ ബുദ്ധിമുട്ടിന് പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ആ മാറ്റങ്ങൾ വന്നെങ്കിൽ നമുക്ക് എനർജിയോടുകൂടി മറ്റുള്ളവരോട് പറയാൻ കഴിയുള്ളൂ, മറ്റുള്ളവരെ പറയുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ലിവാഗേനി എന്ന് വെച്ചാൽ എല്ലാവരും ദിവസം രാത്രി കിടക്കുമ്പോൾ അത് കഴിക്കണം. അസുഖം ഉണ്ടായിട്ടല്ല, വയറിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ തീരൂല. എന്തൊരു അസുഖത്തിന് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കെങ്കിലും വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടല്ലേ, എല്ലാവർക്കും ഉണ്ട്, ചെറിയ മക്കൾ തൊട്ട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്യുക, ലിവാഗേനി എല്ലാവരും ഉപയോഗിക്കുക.
ഞാൻ ഉപയോഗിക്കലുണ്ട്. എനിക്ക് അതിനാത്രം മാറ്റങ്ങളും ഉണ്ട്. ലിവാഗേൻ ഉപയോഗിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നമ്മളെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖത്തെ കുറിച്ച് വളരെ പിന്നോക്കായിട്ട് നമുക്ക് കിട്ടും. നല്ലതായിട്ട് നല്ലൊരു സുഖമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ലിവാഗേൻ എല്ലാവരും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാൻ കൊല്ലത്തില് 2 ബോക്സ് 95, രണ്ടൊന്നല്ല, ഞാൻ 2-3 ബോക്സ് 95 കുടിക്കലുണ്ട്. അപ്പൊ എന്റെ ആരോഗ്യം നിലനിർത്തി. എനിക്ക് കാര്യമായിട്ടുള്ള ആഗ്രഹം അതായിരുന്നു. പഠിച്ചവനെ കുഴക്കിയപ്പോ ഞാൻ അള്ളഹാനോട് ചോദിച്ചതേ ഉള്ളൂ, എന്നെ പരാജയപ്പെടുത്തിയോ. എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എനിക്കൊരു ഉംറക്ക് പോണം, ഹജ്ജിന് പോണം എന്നൊക്കെ പല ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എത്ര പൈസ ഉണ്ടായാലും നമുക്ക് അതിനൊക്കെ പോണ ആരോഗ്യം വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 54-ാം വയസ്സിൽ ഈ ബിസിനസ്സിൽ ഞാൻ വന്ന് എന്റെ ആരോഗ്യം നിലനിർത്തി കിട്ടിയതിനു ശേഷം എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ വന്ന്. ഞാൻ ഡ്രൈവിങ് പഠിച്ച് എന്തൊക്കെ കാരണം ഞങ്ങൾ ചിന്തിച്ചു നോക്കുക, ആരോഗ്യവും കിട്ടി, സമ്പത്തും കിട്ടി, സമാധാനവും കിട്ടി. അപ്പൊ ഞമ്മക്ക് ആഗ്രഹങ്ങൾ കൂടാൻ തുടങ്ങി. അപ്പൊ ഞാന് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഞാൻ ഇവിടുന്ന് എന്റെ മോനോട് പറഞ്ഞപ്പോ മോനെ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോ ചേച്ചിയൊക്കെ എന്നെ സ്വീകരിച്ച് ഞാൻ പേരൊക്കെ കൊടുത്ത്. അപ്പൊ അവിടെയുള്ള വേറൊരു ചങ്ങായി ചോദിച്ച്, അല്ല ഇതിനൊക്കെ നിങ്ങൾ എടുത്തിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേച്ചി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഓനാ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാന്ന് ചേച്ചിയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് പോയി. അങ്ങനെ പിറ്റേ 2-3 ദിവസം പോയി. അന്നപ്പോ നമുക്ക് അറിയൂലല്ലോ, ഓലെടുത്തല്ലല്ലോ ക്ലച്ചും ഇതൊക്കെ ഉള്ള ബ്രേക്കൊക്കെ ഉള്ളത്, നമുക്കൊന്നും അറിയാലല്ലോ. 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ചേച്ചി ഞാൻ പഠിക്കുകയല്ലേ, ഞാൻ ഇനി വരണോ? എന്നാ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ പെൺകുട്ടികളെക്കാട്ടിലും നല്ലോണം പഠിക്കും, നിങ്ങൾ തന്നോളി, നിങ്ങൾ നല്ലോണം വേഗം പഠിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി പഠിച്ച്. പിന്നെ ഇവിടുന്ന് അത് നമുക്ക് ഇതിന്റെ ഒരു പേപ്പർ കിട്ടാൻ ഒരു പരീക്ഷ എഴുതാണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് ഇന്ന മക്കള് കളിയാക്കോ, അത് കിട്ടും. കാരണം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും നമുക്ക് തൊട്ടിട്ട് പോലും നമുക്ക് അറിയ പോലും ഇല്ലല്ലോ. അപ്പൊ അതിന് പോയപ്പം പറഞ്ഞു, ഇങ്ങനെ അതൊന്നും കിട്ടൂല, അതിലൊക്കെ പൊട്ടിയായിരിക്കും ഉമ്മ വരിക എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ പോയി, ഞാൻ അതിലും ജയിച്ച് അങ്ങനെ വന്ന് അങ്ങനെ അതൊക്കെ പഠിച്ച് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോകാൻ പുറപ്പെട്ടപ്പോ ഇവരൊക്കെ ഞാൻ കളിയാക്കുന്നു, ഉമ്മ പൊട്ടിയേ വരൂട്ടോ, വെറുതെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പോയി പഠിച്ചോനെത്തിച്ചിട്ട് ഞാൻ പോയി. നമ്മളെ ആഗ്രഹങ്ങളാ പറയും, നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കാത്തില്ല. മനസ്സോണ്ട് ഏറ്റെടുക്കണം കേട്ടോ. ആര് പറയുന്നോ കേൾക്കാതെ നമ്മക്ക് നമ്മളതായ ഒരു ധൈര്യത്തിൽ തൻ്റെ അടുത്തിൽ നമ്മൾ മനസ്സോണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞാല് ഒരു സംഭവം നടക്കാണ്ടിരിക്കൂല, ഉറപ്പാണ്. അങ്ങനെ ഞാൻ പോയി ലൈസൻസ് ഫസ്റ്റ് തന്നെ എന്റെ മുന്നേ തന്നെ 2 ചെറിയ കുട്ടികളുണ്ട്. രാവിലെ ഒരുത്തി ജയിച്ച്, ഒരുത്തി പൊട്ടിപ്പോയി. അപ്പൊ എനിക്ക് പള്ളയെ കാളിൽ തുടങ്ങി, ഓളൊക്കെ പൊട്ടിപ്പോയല്ലോ പഠിച്ചോ, എനിക്കിത് കിട്ടുണ്ടാവോ, കിട്ടിയാലേ ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്, ഞാൻ കുറവായി പോകുമോന്നൊരു സംശയം. ഞാൻ കയറി, ഞാൻ അതുപോലെ തന്നെ ഞാൻ ചെയ്ത്, എനിക്കത് കിട്ടി. ഞാൻ പിന്നെ റോഡിന്റെ ഉണ്ടല്ലോ, റോഡിന് അങ്ങനെ വന്ന് പിന്നെ റോഡിനാണ്. അതുപോലെ തന്നെ റോഡിന് ഡ്രൈവ് ചെയ്ത് പോരുമ്പോ എന്റെ മുന്നിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി അവര് പെട്ടെന്ന് നിർത്താൻ പറഞ്ഞ റോഡ് നടുക്കനെ പെട്ടെന്ന് ചവിട്ടി നിർത്തിപ്പോയി. അങ്ങനെ ഓള് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ രണ്ടാമത് കയറുന്നത് ഞാനാണ്. പഠിച്ചവൻ എനിക്ക് കിട്ടും ഒരു പ്രതീക്ഷയില്ല. അവിടെ എനിക്ക് എന്തോ ഒരു പതറലുണ്ട്, എന്തായാലും വേണ്ടിയില്ല, ഞാൻ കയറി. അത് നമ്മളെ മനസ്സിന്റെ ഉറപ്പാണ്. നമ്മൾ കയറ്റിയപ്പോ ഞാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്ത് കിട്ടി. ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കണോ, ഇവിടെ ആർക്കും പ്രതീക്ഷയല്ല ഞാൻ ലൈസൻസ് ആയിട്ട് വരും, എനിക്കത് കിട്ടൂ എന്ന് ഒട്ടും ഇതില്ല. ടെസ്റ്റ് ഞാൻ പൊട്ടിപ്പോന്ന് തന്നെ വിചാരിച്ച് ഞാൻ വന്ന് കിട്ടി. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മോനെ വിളിച്ചു പറഞ്ഞ് എന്റെ ഓഫീസിലുള്ളവരോട് വരാൻ പറയും, ഭക്ഷണം ഉണ്ട് ഉച്ചക്കേക്ക്, ഞാൻ ടെസ്റ്റിൽ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മന്തിയും സാധനം എല്ലാം വാങ്ങി ഓലെല്ലാവരും വന്ന് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷം. അതൊക്കെ നടന്ന എന്തുകൊണ്ടാണ്? ഈ ബിസിനസ്സിൽ വന്നിട്ട്. ഇതിന്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്ന ബിസിനസ് അല്ലേ നമ്മളെ ഈ മൈലേഫിൻ അല്ലേ നമ്മളെ ഇതിന്റെ ഒക്കെ ഈ മുന്നിൽ നിൽക്കുന്നത്. ആ സന്തോഷത്തിനൊക്കെ കാരണക്കാരാണ് നമ്മളെ ബിസിനസ്, നമ്മളെ പ്രൊഡക്റ്റ്. അങ്ങനെ സന്തോഷത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത്, എനിക്ക് അന്ന് തന്നെ ഞങ്ങൾ വണ്ടി നോക്കാൻ പോയി. വണ്ടിയെടുത്ത് പിന്നെ ഡ്രൈവ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടാവും താമരശ്ശേരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ഒരു ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, റമദാൻ മാസം 6-ാം തീയതി ആണ് ഞങ്ങള് മക്കത്തേക്ക് പോകുന്നത്, മദീനത്തേക്ക് പോകുന്നത്. ഈ മദീനത്ത് പോയി നിൽക്കാൻ എനിക്കും എന്റെ ഹസ്ബൻഡിനും അവിടെ 3 മാസം നിൽക്കണം. 3 മാസം വിസ എടുത്ത് പോവാണ്. എന്റെ കയ്യിൽ ഞങ്ങളെ അക്കൗണ്ടിൽ പൈസ ഉള്ളത് കൊണ്ടല്ലേ അത് നടന്നത്. അല്ലെ മക്കളോട് ചോദിച്ചാൽ തരുമോ? പിന്നെ ആരോടെങ്കിലും ചോദിച്ചാൽ തരുമോ? കടാക്കി പോകാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ട്, നമ്മളെ അക്കൗണ്ട് പൈസ ഉണ്ടായിട്ട്. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടാളും വിസ എടുത്ത്
50 ദിവസത്തേക്ക് വിസ എടുത്ത് ഞങ്ങൾ പോയി. 52ാമത്തെ ദിവസം വരെ ഹജ്ജിന് പൂട്ട് നടക്കുന്നത് വരെ ഞങ്ങൾ അവിടെ നിന്ന് മക്കത്തും മദീനത്തും കഴിഞ്ഞുകൂടി ഞങ്ങൾ തിരിച്ചു വന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അത് എന്താണ് കാരണം? നമ്മളെ ബിസിനസ്, നമ്മളെ ആരോഗ്യം തന്നതും നമ്മളെ സമ്പത്ത് തന്നതും ഒക്കെ നമ്മളെ ബിസിനസ്സാണ്. ആ ബിസിനസ് കൂടി എനിക്ക് അതെല്ലാം നേടാൻ കഴിഞ്ഞു. നേടി ഞാൻ ഇവിടെ വന്ന് അന്ന് ഞാൻ അവിടുന്ന് ആഗ്രഹിച്ചു, പഠിച്ചോനെ എനിക്ക് എത്രയും വേഗം ഒരു ഹജ്ജ് ചെയ്യാൻ വരാനാവട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞ് ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ വണ്ടിമെന്ന് വീഴുന്നത്. ആ വണ്ടിമെന്ന് വീണത് ഒരു രക്ഷപ്പെടൽ തന്നെയാണ്, വല്ലാത്ത രക്ഷപ്പെടൽ തന്നെയാണ്. പക്ഷെ ഞാൻ വണ്ടിമെന്ന് വീണെങ്കിലും അതങ്ങനെ ഒരു ഇതുണ്ടാവും, പഠിച്ചോൻ കണക്കാക്കിയതായിരിക്കാം. പിന്നെ നസീറ മേഡത്തിന്റെ കൂടെ ഞാൻ ഫീൽഡിൽ പോയതായിരുന്നു. അപ്പം ഞാൻ വണ്ടിമെന്ന് വീണു. അങ്ങനെ ഒരു 3 മാസം എല്ലാം കൂടി തട്ടിമുട്ടിലും കൂടി അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നീട് ഞാൻ വീണ്ടും ബിസിനസ്സിന് വീണ്ടും പിന്നെ ഫീൽഡിൽ പോവുകയും വീണ്ടും ബിസിനസ് മുന്നോട്ട് ഊർജമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തപ്പോ, എന്നിട്ട് ഞാൻ കിടന്നപ്പം ബിസിനസ് ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. ബിസിനസ് നടക്കുന്നുണ്ട്, ഞാനിവിടെ കിടന്നാലും ബിസിനസ് നടക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അത് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഹജ്ജിന് പോകാനായി തോന്നി. എന്റെ മരുവനും മോളും ഇവിടെ ഉള്ളപ്പോൾ ഒരു വെറുതെ ഒരു സുപ്രഭാതത്തിന്റെ മനസ്സിൽ ഇതുണ്ടല്ലോ. ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്ന് അന്നപ്പോ ഞാൻ എന്റെ മരുവനോട് പറഞ്ഞു, മോനെ ഉമ്മക്ക് ഹജ്ജിന് പോവേണ്ടിയിരുന്നു, എന്താ ചെയ്യാ, ഉമ്മക്ക് ഞാൻ പെണ്ണുങ്ങളെ കൂടെ കിട്ടിയാൽ എനിക്ക് പോവായിരുന്നു, അല്ലാണ്ട് ബാപ്പിച്ചിനെ കൂടെ കൊടുത്തിട്ട് നടപ്പിൽ കിട്ടുന്നില്ലല്ലോ, പിന്നെ ബാപ്പ നമുക്ക് പിന്നെ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാവരും സമ്മതം തന്നെ എനിക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. എന്റെ മോൻ അത് തന്നപ്പം തന്നെ ഒരു ഉസ്താദിനെ വിളിച്ച് ചോദിച്ച്, അപ്പൊ പിന്നെ ഇങ്ങനെ പെണ്ണുങ്ങളുണ്ട് പോലെ കൂടെ പോകാ എന്ന് ഉസ്താദ് പറഞ്ഞ് അങ്ങനെ പെട്ടെന്നാണ് ഈ ഹജ്ജിന് പോക്ക് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ, ഹജ്ജിന് ഞാൻ പോയി. ഞാൻ ഇതിന്റെ മുമ്പ് മോണിമീറ്റ് കയറിയപ്പോൾ ഞാൻ മോണിമീറ്റ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതൊരു ആഗ്രഹം കൂടി ഉണ്ട്. കാരണം ഒരു പരീക്ഷണത്തിൽ കൂടി വളർന്ന ആളാണ് ഞാൻ. നല്ല ഭയങ്കര ഒരു പരീക്ഷണത്തിൽ കൂടി വിജയത്തിലേക്ക് വന്ന ഒരാളാണ്. കൂടുതൽ എൻ്റെ അസുഖത്തെ കുറിച്ചോ എൻ്റെ ജീവിതത്തെ കുറിച്ചോ ഞാൻ ഇതുവരെ വന്നതോ കുറിച്ചോ പറയുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയാണ്ട് അത് മാറ്റി നിർത്തിയതാണ്. അപ്പോ കുറെ ആൾക്കൊക്കെ അറിയാം, എങ്കിലും ഞാൻ പറയട്ടെ. എന്നിട്ട് എനിക്ക് അത് സാധിച്ചു. അന്നപ്പം പിന്നെ ഉമർ ഉസ്താദ് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലൈല മേഡം നിങ്ങൾ വിചാരിച്ച അങ്ങക്ക് നടക്കും, അത് സാധിക്കും എന്ന്. എപ്പോഴും ഞാൻ അത് ഓർക്കുക, ആ വാക്ക് വല്ലാത്തൊരു വാക്കാണ് ഉമർ ഉസ്താദിന്റെ ആ വാക്ക്. അപ്പൊ എനിക്കത് സാധിച്ചു. ഞാൻ പോയി. ഇത്രയും ചൂടുള്ള സമയത്താണ് ഞാൻ പോകുന്നത്. എനിക്ക് ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. രോമക്കുത്തുനിന്ന് എന്തോ ഒരു ചൂട് ഇങ്ങോട്ട് വരും. കാരണം നിങ്ങൾക്കറിയാം, നമ്മളെ പെണ്ണുങ്ങളെ മസിൽ എന്ന് വെച്ചാൽ ഗർഭപാത്രം അശോക്കാണ്, അതൊക്കെ പോയി നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൽ കൂടെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ തരണം ചെയ്തുകൊണ്ടേ നിൽക്കുന്നത്. എല്ലാവരും ഓർത്തോളി, നമ്മക്ക് അത് രണ്ടും നമ്മൾ പെണ്ണുങ്ങളെ മസിലാണ്. കാരണം അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും പറ്റൂല, നമ്മളെ ശരീരം കൊണ്ട് ഒന്നിനും കഴിയൂല. നിങ്ങൾക്കറിയാം, ഇപ്പൊ പിന്നെ ഗർഭപാത്രം ക്ലീൻ ചെയ്യുന്ന ഉമൻ കമ്പാനിയൻ കുടിക്കാൻ പറയുമ്പോ എല്ലാവരും ചോദിക്കും, എന്തിനാ കുടിക്കുന്നത്, അസുഖം വന്നിട്ട് കുടിച്ചാൽ പോരെ, അതെന്തിനാ കഴിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുകയും പറയുകയും ചെയ്യും. അല്ലട്ടോ, നിങ്ങൾ കൊല്ലത്തിലെ ആരാവട്ടെ, എല്ലാവരും ഈ പീരീഡ് സമയം കഴിഞ്ഞ ആൾക്കാർ ആരാവട്ടെ, എല്ലാവരും ഓർത്തോളി, കൊല്ലത്തില് 3 ബോട്ടിലെങ്കിലും 3 പ്രാവശ്യം 9 ബോട്ടിലെങ്കിലും നിങ്ങൾ കുടിച്ചോളി. കുടിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് നന്ന്. കാരണം ഗർഭപാത്രം അണ്ടാശമൊക്കെ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം എന്ന് വെച്ചാൽ ഭയങ്കര തരണം ചെയ്ത് പോകുന്ന ഒരു ജീവിതം തന്നെയാണ്. ഞാൻ അനുഭവിച്ചാണ്, ഇപ്പോഴും അതിനെക്കുറിച്ച് അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് കാരണം എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. അതൊക്കെ ഈ 95 സ്പൈറലിനെയും കുടിച്ചിട്ടായിരിക്കാം എനിക്ക് മാറ്റേണ്ടത്. ഞാൻ മക്കത്ത് പോയ സമയത്ത് സ്പൈറലിനെ കൊണ്ടുപോയിട്ടുണ്ട്. 13,000 റുപ്യയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞാൻ മക്കത്തേക്ക് പോയത്. ആ പ്രൊഡക്റ്റ് കഴിച്ചത് കൊണ്ടാണ് എനിക്ക് അവിടെ ഇതിന്റെ എല്ലാ കർമ്മങ്ങളും ആരോഗ്യത്തോടു കൂടി ചെയ്യാൻ കഴിഞ്ഞത്. കാരണം സ്പൈറലിനെ 2 3 എടുത്ത് കഴിക്കും, ഞാൻ അറുമുപ്പോവും, അവിടുന്ന് സംസം വെള്ളം കുടിക്കും. എല്ലാരും ചോദിക്കൂ, ലൈലത്താതെ ഒന്നും കഴിച്ചില്ല, ഒരു ഉഷാറുണ്ടല്ലോ, നിങ്ങളല്ല പറഞ്ഞു നിങ്ങൾക്ക് ആവതില്ല, നിങ്ങൾ ഇനി ശ്രദ്ധിക്കണേന്ന് പറയലില്ലേ. ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പറയേണ്ടത്. കാരണം നിങ്ങൾക്ക് ഉഷാറുണ്ടല്ലോ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞു, മക്കളെ ഞാനതിന് ഭക്ഷണം കഴിച്ച് നിങ്ങളാരും ഭക്ഷണം കഴിക്കായിട്ട് ഞങ്ങൾ എന്തേത്താ കഴിച്ച്, ഞങ്ങൾ കണ്ടില്ലല്ലോ, നമ്മൾ ഒന്നിച്ച് വെക്കുന്നതല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ക്യാപ്സ്യൂള്, അതൊരു ഭക്ഷണമാണ്, നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞു, നിങ്ങൾ കുടിക്കായിട്ടല്ലേ എന്ന് പറഞ്ഞു. അത്ര പോലെ അത് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം അനുഭവപ്പെടുകയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമോ ഒന്നും ചെയ്യാതെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെയും മുറ പോലെ നടന്നത് ഒരൊറ്റ പ്രൊഡക്റ്റ് കാരണം. എല്ലാവരും ഓർത്തോളി, നിങ്ങൾ ആരായിക്കോട്ടെ, എല്ലാവരോടും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അവരെ കൈപിടിച്ച് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഭയങ്കര ഒരു നേട്ടമാണ്. കാരണം അള്ളാഹിന്റെ അടുത്ത് വരെ നമുക്ക് നേട്ടം. കാരണം ഓല് വിചാരിച്ച കർമ്മങ്ങളൊക്കെ ഓൽക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും.
ഇബാദത്ത് എടുക്കണമെങ്കിൽ വേണം ആരോഗ്യം. അതുവരെ ഞമ്മക്ക് ഇതിൽ ചെയ്യും. എനിക്ക് ഈ അസുഖം വന്നതിന് ശേഷം നിസ്കരിക്കാൻ കയറിക്കെങ്കിൽ ഞാൻ ഉദാഹരണം പറയണം, നിസ്കരിക്കാൻ എനിക്ക് ആവൂല. കാരണം എത്രയോ വട്ടം ഒരു റക്കായത്താണോ നിസ്കരിച്ച്, 2 റക്കായത്താണോ നിസ്കരിച്ചെന്ന് ആവാത്ത ഒരു മറതി, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം അങ്ങനെ എന്തോ ഒരു മനസ്സിന് സമാധാനക്കേട് ഭയങ്കരമാണല്ലോ. അതിന് ഞാൻ ഫൈട്രസ് സ്ഥിരം കുടിക്കലുണ്ട്. ഈ ഫൈട്രസ് സ്ഥിരം കുടിക്കുന്നത് കൊണ്ട് മറതില്ല, പിന്നെ മറതിയുമില്ല. പിന്നെ നമുക്ക് എന്തെന്നാ പറയാ, ഒരു നല്ലൊരു മൈൻഡാണ്. നമുക്ക് ഇങ്ങനെ മറതിയില്ല, ഒക്കെ ചിന്തിക്കാനും നമുക്ക് പിന്നെ മറന്നു പോയതൊക്കെ അങ്ങനെ ഓർത്തെടുക്കാനും എല്ലാത്തിനും കഴിയും. ഫൈട്രസ് സ്ഥിരം കുടിക്കുന്നത്, നല്ല രാത്രി കുടിച്ചിട്ടുണ്ട്, സ്ഥിരം കുടിക്കുന്നതാണ്. അത് നല്ല സംഭവമാണ് ഫൈട്രസും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ആണ്. പണ്ടുള്ള മാതിരിയുള്ള ചെറിയ കാര്യത്തിന് വലിയ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തുള്ള. ചെറിയ മക്കൾ തൊട്ട് വയസ്സന്മാര് വരെ ചെറിയ പ്രശ്നം മതി ആ വലിയ ടെൻഷനാ. അതിന് അവർക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് ഫൈട്രസ്. ഫൈട്രസ് കഴിക്കണം എല്ലാവരും. ഗിരിബാഗേനി കഴിക്കണം, പിന്നെ പെണ്ണുങ്ങളൊക്കെ വുമൺ കമ്പാനിയും കഴിക്കണം. അതൊക്കെ ഞാൻ പരീക്ഷിച്ചും എനിക്ക് അതിനൊക്കെ അനുഭവപ്പെട്ടും. പിന്നെ നമ്മളെ 95 അതെല്ലാം കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകണ്ട. ആഴ്ചയിൽ 2 ദിവസം എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ എന്നെ 4 വർഷമായി ഡോക്ടർമാരുടെ അടുത്ത് പോവാതെ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പൈസ എനിക്ക് ലാഭമാണ്. നമ്മൾ കഴിച്ച പ്രൊഡക്റ്റ്, ഞാൻ കഴിച്ച പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് കമ്പനി തന്ന് ഫ്രീ ആയിട്ട്. ഇപ്പൊ ഒരു ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഫ്രീ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെ അതിൽ കഴിഞ്ഞില്ലേ? നമുക്ക് എന്താ നഷ്ടം? നമുക്ക് ഈ കമ്പനിയിൽ വന്നിട്ട് എന്താണ് നഷ്ടം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു നഷ്ടവും ഇല്ല, ഒറ്റ ഉറുപ്പ്യല്ല നഷ്ടവും ഞമ്മക്കില്ല. നേട്ടങ്ങളേ ഉള്ളൂ, എന്തുകൊണ്ടും നേട്ടങ്ങളേ ഉള്ളൂ. പണം കൊണ്ടാവട്ടെ, ശരീരം കൊണ്ടാവട്ടെ, മനസ്സുകൊണ്ടാവട്ടെ, നേട്ടങ്ങളേ ഉള്ളൂ. അല്ലേ? ബന്ധങ്ങളാവട്ടെ, നേട്ടങ്ങളേ ഉള്ളൂ. ആ നേട്ടങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി. നിങ്ങൾ ബേക്കോട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങൾ നമ്മൾ ബേക്കോട്ടൊന്ന് എടുത്ത് ചിന്തിക്കി. നമ്മൾ ഇതിൽ വന്നതിന് ശേഷം മുമ്പോട്ടൊന്ന് ചിന്തിക്കി. ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്യേ ബിസിനസ്. എന്ത് നല്ല നേട്ടങ്ങളല്ലേ ഞമ്മക്കുള്ളത്. ഞാൻ കഴിച്ച പ്രൊഡക്റ്റ് മുഴുവൻ എനിക്ക് കമ്പനി തന്നു കഴിഞ്ഞു. എനിക്കൊരു നഷ്ടവുമില്ല. ഇനിയുള്ളതൊക്കെ കഴിഞ്ഞതൊക്കെ എനിക്ക് ലാഭങ്ങളേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് പണിയാൻ കഴിഞ്ഞു. പക്ഷെ ഇനി എന്റെ ആഗ്രഹം, ഞാൻ മുന്നോട്ട് സജീവായിട്ട് ഈ ബിസിനസ്സിലെ വീണ്ടും ഞാൻ ഇറങ്ങി. എന്തുകൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അജ്ജൊക്കെ ചെയ്തല്ലേ, നിങ്ങൾ വീണ്ടും ഇറങ്ങിയോ എന്ന് പലരും വോയിസ് ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞേ, എന്താ ഇറങ്ങുന്നതിന് എന്താ, നല്ല ഹലാലായ സംഭവല്ലേ? എന്തോ അറാമായതാണോ? എന്തോ കളവുണ്ടോ, ചതിയുണ്ടോ, വഞ്ചനുണ്ടോ? നമ്മൾ ഈ ബിസിനസ്സിന് എന്താണ് കുഴപ്പം നിങ്ങളൊക്കെ കണ്ടത് എന്ന് ചോദിച്ച്. സത്യല്ലേ? ഞാൻ ഇനി എന്റെ തീരുമാനം എന്താ വെച്ചാൽ, കുറെ ബാപ്പല്ലാത്ത മക്കളുണ്ട്. ഇപ്പൊ കുറേ മക്കള് 30-35 വയസ്സ് പ്രായ ഭാര്യമാർക്കാകുമ്പോഴത്തേക്ക് 2-3 മക്കൾ നമ്മൾ ബാപ്പാരെ പഠിച്ചോ തിരിച്ചു കൊണ്ടുവന്നുണ്ട്. എത്രയോ അനവധി ഉണ്ട്. അങ്ങനത്തെ പാവപ്പെട്ട അർഹതപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നാണ് എന്റെ തീരുമാനം. പഠിച്ചോനെ സാധിപ്പിച്ചു തരട്ടെ ഈ ബിസിനസ്സോട് കൂടി. പക്ഷെ അങ്ങനത്തെ നമ്മളെ ഓരോന്ന് ആഗ്രഹിക്കാനും, ഇനി എനിക്കൊരു സ്വന്തമായിട്ട് ഒരു വണ്ടി ഞാൻ എടുത്തു, അതിന്റെ മക്കൾക്ക് കൊടുത്ത് എനിക്ക് ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു വണ്ടിയും കൂടി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഠിച്ചോ സാധിപ്പിച്ചു തരട്ടെ. അതുപോലെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കാലത്തെ അള്ളാനോട് പറയാനും ആഗ്രഹിക്കാനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ മുന്നിലുള്ള സംഭവം അത്രയും വലുതാണ്, അത്രയും വലുതാണ്. ഒരു വിദ്യാഭ്യാസം വേണ്ട, ഒരു പ്രായത്തിന്റെ പരിധിയില്ല, ഒന്നുമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്. അതുകൊണ്ട് എനിക്ക് ഇതിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ അത് പഠിച്ചിരിക്കുക, പഠിച്ചും കൊണ്ട് ചെയ്യുക. അതാണ് ഞാൻ ഇത്രയും ഇതിലുള്ള ബുദ്ധിമുട്ടുള്ള എനിക്ക് ഇതിൽ വിജയിക്കുക, അങ്ങനൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെയും ഓരോരുത്തർക്കും ഇത് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിസ്സാര സംഭവമാണിത്. നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി നിർത്തി വരണമെന്ന് പറയുന്നില്ല. അതിന്റെ സൈഡായിട്ട് നിങ്ങൾ ചെയ്തു നോക്കൂ, പഠിച്ചു നോക്കൂ. പഠിക്കണം കേട്ടോ, പഠിക്കാതെ ചെയ്യരുത്. പഠിക്കാണ്ട് ആരോ പറഞ്ഞിട്ട് ഒരു 5000 റുപ്യ പ്രൊഡക്റ്റ് എടുത്തിട്ടോ ഒരു 10 റുപ്യന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടോ അത് കൊണ്ടുപോയി കട്ടിന്റെ ചോട്ടിൽ വെച്ചിട്ടെങ്കിൽ നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകില്ല. എന്നിട്ട് നാളെ പിറ്റേന്ന് പറയാ പോലെ ഞങ്ങളെ പറ്റിച്ച് മൈ ലൈഫിൽ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആയി, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ട് എനിക്കൊന്നും തന്നിട്ടില്ല, അല്ല ലീഡേഴ്സ് അങ്ങനെ. ഒരിക്കലും ലീഡേഴ്സിനെ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മളൊരു ലീഡർ സ്ഥാനത്ത് എത്തുമ്പോഴേ ലീഡേഴ്സിന്റെ വില മനസ്സിലാവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2 ഭാഗത്ത് കുറെ ടീമുകൾ വന്നു കഴിഞ്ഞാല് എല്ലാരും വിളിക്കുന്ന ഫോൺ എടുക്കണ്ടേ? അതെന്നെ ആലോചിക്ക്. എല്ലാരും വിളിക്കും, ഫോൺ എടുക്കണ്ടേ? എനിക്കിപ്പൊ തന്നെ ബാത്റൂമിൽ പോകാവുന്ന സമയം കൂടിക്ക് ഫോണാ.
സത്യം പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കൂ, ഔസത്ത് മാഡത്തിന് എത്ര ടീമുണ്ട്, സാരി സാർക്ക് എത്ര ടീമുണ്ട്. അപ്പൊ അവരോടൊക്കെ ഒരു കോള് ചെയ്തൊക്കെ ഒരു കോൾ എടുക്കണമെങ്കിൽ അതിന് ടൈം വേണ്ടേ? പിന്നെ അവരെ നിത്യ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണ്ടേ? അവരെ പുരയിലെ കാര്യമൊക്കെ അവർ ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ലീഡേഴ്സിന് ഒരിക്കലും കുറ്റം പറയരുത്, കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അതാണ് പറയുന്നത്, നമ്മൾ പഠിക്കണമെന്ന്. പഠിച്ചും കൊണ്ടേ ചെയ്യാമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. പിന്നെ ലീഡേഴ്സ് എന്താണോ ഞമ്മക്ക് വളരാൻ വേണ്ടിയാണ് ലീഡേഴ്സ് പറയുക. എന്താണോ ലീഡേഴ്സ് പറയുന്നത്, എന്താണോ നമുക്ക് ഞമ്മക്ക് ഉപദേശം നൽകുന്നത്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇത് പഠിക്കണം. ഇത് പഠിച്ചെങ്കിലല്ലേ ലീഡേഴ്സ് പറയുന്ന സത്യമാണെന്നും എനിക്ക് വളരാൻ വേണ്ടിയിട്ടാണെന്നും ഞമ്മക്ക് ഓർമ്മ ഉണ്ടാകുക. അതുകൊണ്ട് എന്താണ് ലീഡേഴ്സ് പറയുന്നത് അത് കേട്ട് മുന്നോട്ട് നല്ലോണം നിന്ന് കഴിഞ്ഞാൽ ഞമ്മക്കും വളരാ, അവർക്കും വളരാ. നമ്മളെ താഴോട്ട് വരുന്ന അവരെ നമ്മളെ കൈപിടിച്ച് അതുപോലെ ഞമ്മക്ക് കൊണ്ടുവരാൻ കഴിയും. അത് നമ്മൾ ആദ്യം പഠിക്കുകയും ലീഡേഴ്സ് പറയുന്ന അനുസരിക്കുകയും ചെയ്താൽ മാത്രമേ കഴിയൂ. അല്ലാതെ ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടോ, ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിലോ, അല്ലെ ഒരു പ്രാവശ്യം ഫീൽഡിൽ പോരാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിലോ നമ്മൾ മാറി നിൽക്കലല്ല ഞമ്മക്ക്. അതല്ല ഈ ബിസിനസ്. ഈ ബിസിനസ് അവർക്ക് കിട്ടിയപ്പോൾ 10 നമ്പറാണ് നമ്മൾക്കും കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യണോ, അവരെപ്പോൾ തന്നെയാണ് നമ്മൾ പഠിച്ചാൽ നമ്മൾക്കും അതുപോലെ ചെയ്യാം. അതുപോലെ ലീഡർമാരെ നമ്മൾ മാറും. നമുക്ക് താഴോട്ട് ടീമിനെ കൊണ്ടുപോകുന്ന പോലെ കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മൾ പഠിച്ചെങ്കിൽ. എനിക്ക് ഇതേ നിങ്ങൾ പറയണം, പഠിക്കണം, പഠിച്ചും കൊണ്ട് ചെയ്യാം. എന്ത് പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിലും മോളിലുള്ള ലീഡർമാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അതുപോലെ മോർണിംഗ് മീറ്റ് രാവിലെ കയറുമ്പോൾ ഫോൺ എവിടെയോ തുറന്നവിടെ വെക്കും, നിങ്ങളെ ജോലി എടുക്കും. ശരിയാണ്, നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടാവും, കാര്യമൊക്കെ ശരി. പക്ഷെ അവിടെ ഒരു ഒരു ബുക്കും ഒരു പെന്നും നിങ്ങൾ അവിടെ കൊണ്ടുവെക്കുക. എന്തെങ്കിലും പോയിന്റുകൾ കിട്ടും നിങ്ങൾക്ക്. എന്തെങ്കിലും പോയിന്റുകൾ വെച്ചാൽ ഞാൻ പഠിച്ച അനുഭവമായിട്ടോ അതൊക്കെ പറയുന്നത്, എന്നെക്കൂടെ ഒരാൾ പറഞ്ഞു തന്നിട്ടോ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടോ ഒന്നുമല്ല. ആ പെണ്ണിൽ ഞമ്മക്കറിയാൻ പോണം, അല്ലെങ്കിൽ ഇതാനും നമുക്കറിയാലോ. അറിയാത്ത ആൾക്കാരായാലും അറിയുന്ന ആൾക്കാരായാലും അമ്മക്ക് എന്തെങ്കിലും ഒപ്പിയെടുക്കാൻ കിട്ടും ഈ മോർണിംഗ് മീറ്റിൽ. ഓരോരോ ദിവസത്തെ മോർണിംഗ് മീറ്റും പല രീതിയിലായിരിക്കാം അല്ലേ? അപ്പൊ അത് അവിടെ എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് GTS കേട്ട് ഇനി ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉദിക്കും, നമുക്ക് അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ലോ, നമുക്ക് അവരോട് പറയണം, ഓരോന്ന് വിളിച്ചു നോക്കണം. പക്ഷെ നമുക്ക് ഈ മീറ്റിംഗ് കേൾക്കുമ്പോഴായിരിക്കും നമ്മളെ മണ്ടയിൽ ഉദിക്കുക. പക്ഷെ അന്നപ്പം എന്ത് ചെയ്യണോ, അത് നമ്മളെ മനസ്സിൽ വെച്ചിട്ട് നമ്മളത് മനസ്സിൽ വെച്ച് മറന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളെ എഴുതി വെക്കുക. അവരെ പേരും അവരെ നമ്പറും എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി. അങ്ങനെ നമ്മളെ മനസ്സിൽ ഉദിക്കുന്ന ഫസ്റ്റിൽ വരുന്നവരോടാണ് പറഞ്ഞത്. ഫസ്റ്റിൽ വരുന്ന ഇന്നെക്കാട്ടിലും പിന്നെ ക്ലാസ് എടുക്കുന്നതും ഇതിനെക്കാട്ടിലും ഓരത്തിലുള്ള ലീഡേഴ്സ് ഒക്കെ ഇതിലുണ്ട്. പക്ഷെ ഫസ്റ്റിൽ വന്ന പുഴു പോലത്തെ മക്കളുണ്ടാകുമല്ലോ നമ്മള്, അവരോടാണ് പറയുന്നത്. നമ്മൾ ഓരോ GTS സെന്ററിലും ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോൾ നമ്മൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും നമ്മളെ മനസ്സിൽ വരും, അവരെ നമുക്ക് ഇതിലേക്ക് കൂട്ടണം, അവരോട് ബിസിനസ് പറയണമെന്ന്. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവരെ വിളിക്കുക, അവർ സംസാരിക്കുക. നമ്മളെ കുടുംബക്കാരാണ് പറയാ, ഇനി ചെയ്ത് ഞങ്ങളത് കാണട്ടെ, ഇത് ഞങ്ങൾ വരാം എന്നാ പറയാ. ആയിക്കോട്ടെ, ഒന്നും പറയണ്ട. എന്നാ പോലോട് എന്താ പറയണ്ടേ, ഏതോ ആവട്ടെ, നിങ്ങളൊരു ഐഡിയ അടിച്ചിടട്ടെ, നല്ലതായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് അറിയാൻ നിങ്ങളൊരു ഐഡിയ അടിക്കട്ടെ, നിങ്ങൾ അഡ്രസ്സ് തരി. അല്ല, നമ്മളെ സ്വന്തം ആൾക്കാരാണ്, നമുക്ക് ഐഡിയ തരിക, നമുക്ക് അറിയാലോ പോലെ അഡ്രസ്സ്, നമ്മളൊരു ഐഡിയ അടിച്ചിടുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ അവർ ഏറ്റെടുത്തോളന്നില്ല. സ്വന്തക്കാരും കുടുംബക്കാരും നമ്മളെ ഇലൈറ്റികളും മുത്തേറ്റികളും ഒന്നും ഇത് ഏറ്റെടുക്കൂല. അന്നപ്പം നമ്മൾ എന്ത് ചെയ്യൂ, അവരൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ, ഇവരൊക്കെ എങ്ങനെയാണല്ലോ പറയുന്നത്, ഇനി മതി ഞാനും നിർത്തട്ടെ എന്ന് അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ആരാണോ നിങ്ങളെ ഇത് കേൾപ്പിച്ചത്, ആരാണോ നിങ്ങളെ തന്നത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങളെ പഠിക്കണം. ഓല് പറഞ്ഞു തരും പഠിക്കാൻ. അപ്പൊ അത് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. കുടുംബക്കാരൊന്നും നോക്കരുത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഐഡിയ അടിച്ചിടണം. ഇന്നില്ലേ നാളെ അവർ വരും. നിങ്ങൾ ഐഡിയ അടിച്ച് താഴോട്ട് നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് വോളിയം കയറി പവർ കൂടും. ഈ പവർ കൂടുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങളെ വളർച്ച കണ്ടിട്ട് അവരെടുത്ത് പോയി സംസാരിക്കുക. അപ്പൊ നമ്മൾ എഴുതി വെച്ചെങ്കിലും അവർ ഐഡിയ അടിച്ചിട്ടെങ്കിലും നമുക്കിത് പറയാനുള്ള ഒരു ചാൻസ് അവിടെ ഉള്ളൂ. അപ്പൊ അവരെ അടുത്ത് പോയി സംസാരിക്കുക, നിങ്ങൾ ഐഡിയ ഉണ്ട്, ഇത് അത്ര പവർ ഉണ്ട്, അപ്പൊ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നില്ലയോ, വന്നാൽ ഇങ്ങനൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, ഇങ്ങനത്തെ നേട്ടങ്ങൾ നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് അവരെതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഐഡിയ അടിച്ചിട്ട് 1000 റുപ്യ പർച്ചേസ് ചെയ്ത് നമ്മൾ കൊണ്ട് നടക്കണം ഐഡി. എന്നാലേ നമുക്ക് അങ്ങനെ അവർ ചോദിക്കാൻ അവിടെ ഒരു അർഹത ഉള്ളൂ. അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് ആൾക്കാരെതിരെ കൊണ്ടുവരാം. ഒന്ന് പറയട്ടെ, എൻ്റെ മോനും മോളും മരുമകനും എൻ്റെ മോളും അവര് ഈ ബിസിനസ്സിൽ തുടക്കം അവരില്ല. അവരെ ഐഡി
അവിടെ നിലനിർത്തി. ഞാൻ എപ്പോഴും പറയായിരുന്നു, നിങ്ങൾ മക്കളെ നിങ്ങൾ കൊല്ലാകുമ്പോൾ ഒരു 1000 റുപ്യന്റെ പർച്ചേസ് ചെയ്യണേ, ഐഡി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ സാരിദ് സാറും അവരെ ഉപദേശിച്ചിട്ട് അങ്ങനെ അത് നിലനിർത്തി കൊണ്ടുപോകുന്നു. പക്ഷെ ഞാൻ സാരിദ് സാറുടെ ഒരു വാക്ക് വില പറ്റി ഇങ്ങനെ പറയും. ഞാനിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ്, പഠിച്ചോനെ എന്റെ മോള് വന്നാല് അല്ല എന്റെ മരുവൻ വന്നാൽ എനിക്കൊരാളായിരുന്നു, എനിക്കൊരു തണലായിരുന്നു. കാരണം ഏട്ടെങ്ങൊന്ന് പോകാനോ എനിക്കൊരു സുഖമല്ലാതെ വന്നാല് ഓനുണ്ടല്ലോ, നമുക്കൊരാളുണ്ടല്ലോ, നമ്മളെ കുടുംബം ഉണ്ടല്ലോ എന്ന് വിചാരിക്കാനുണ്ട്. ഓൻ വന്നില്ലെങ്കിലോ എനിക്ക് തോന്നെ ദൂരോട്ടൊക്കെ പോകാനല്ലോ എന്ന് ഞാൻ പല പ്രാവശ്യവും പല തവണ ഞാൻ ആഗ്രഹിച്ചു പോയി പഠിച്ചോനും കുറെ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്തോ ഒരു കഥ പറഞ്ഞപ്പോ സാരിദ് സാറോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഐഡിയ അടിക്കാനൊന്നും ഞാൻ മറന്നു പോകും, ഐഡിയ അടിക്കാൻ അറിയും, ഇംഗ്ലീഷൊന്നും അങ്ങനെ പലിങ്ങനെ അറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് പഠിച്ചോനെ അന്നപ്പോ എന്തോ ഒരു മീറ്റിങ്ങിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു, റസാഖ് ഇതിലുണ്ടായിനെങ്കിൽ ഐഡിയ അടിക്കാനൊക്കെ ഓന് ഞാൻ സഹായിച്ചു തരികയായിരുന്നു, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന്. അങ്ങനെ എന്റെ മരോളാണ് എന്റെ ഐഡിയ ഒക്കെ അടിക്കൽ, എന്റെ പുരയിലുള്ള മോളാണ് എന്റെ ഐഡിയ ഒക്കെ അടിക്കല്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ സാരിദ് സാറോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് സാരിദ് സാറേ ഒന്നില്ലേ നാളെ ഓനെ ഞാൻ ഇതിൽ കൊണ്ടുവരും, വരൂ എന്ന് ഞാൻ സാരിദ് സാറോ പറഞ്ഞിരുന്നു, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അവരെ ഇതിൽ കൊണ്ടുവരാൻ നമ്മളെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിച്ചുകൊണ്ട്, ഇത് സത്യമുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ട്, സത്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അതിനൊരു വഴി അള്ള ഉണ്ടാക്കി തന്ന്. അവർക്കൊരു ആക്സിഡന്റ് പറ്റി, ഒരു അപകടം പറ്റി, അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോളെ വീട്ടിൽ ചെല്ലാൻ വേണ്ടി മോൻ പറഞ്ഞ് ഞാൻ പോയി. ഒരു 40 ദിവസം പോലെ ഞാൻ എൻ്റെ മോളെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ ഞാൻ എൻ്റെ ചെറിയ മോനെ ശ്വാസം മുട്ടുണ്ടായിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഇതിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കൊടുക്ക്, മോനെ ശ്വാസം മുട്ടുണ്ടല്ലോ അതങ്ങ് മാറും. എന്നപ്പോള് ഉമ്മ എന്തേത്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ മോളാട്ടോ. അങ്ങനെ ഇവലെന്ത് അങ്ങനെ ആയി അവിടെ നിന്ന് എനിക്ക് വരുന്ന വരുമാനങ്ങളൊക്കെ പോലെ കാണിച്ചു കൊടുത്ത് എന്റെ മീറ്റിംഗ് കാര്യമൊക്കെ പോലെ അറിയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സാരിദ് സാറെ കൂടെ ഞാൻ ഒരിടത്തിൽ വർക്കിന് പോയി സാരിദ് സാർ ഞാൻ ഇറക്കാൻ വന്ന്. അപ്പൊ അവനെ കാണാൻ വേണ്ടി അവിടെ കയറി ലോക്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. ഓന്റെ ഫോണ് വാങ്ങി തുറന്നു നോക്കിയപ്പോ 35 ലക്ഷം പവർ ഉണ്ട്. 33 35 അറിയില്ല, അത്ര എന്തായാലും 30 ലക്ഷത്തിന് മുകളിൽ നല്ലാണ്ട് കുറയൂല പവർ ഉണ്ട് ഐഡിയില്. നിങ്ങൾ നോക്കണം. അപ്പോ ഞെട്ടിപ്പോയി. അപ്പൊ ഇനി ആ ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അവന്റെ അവസ്ഥ, ഒരു വിഡ്ഢിയായില്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ താമരശ്ശേരി GTS ചെല്ലാൻ വേണ്ടി പറഞ്ഞ് താമരശ്ശേരി GTS പോയി. അങ്ങനെ പിന്നെ അന്ന് രാത്രി തന്നെ ബിജു സാറും സാരിദ് സാറും വന്ന് അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിസിനസ്സിലേക്ക് വന്ന്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് അത് ഐഡി നഷ്ടപ്പെട്ടിനെങ്കിലോ നിന്റെ മരുമകനും മോള് ഇതിലുണ്ടാവുകയിനോ? ഇല്ല. അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്, ഒരാളെ ഐഡി നിങ്ങൾ നഷ്ടപ്പെടുത്തത്. നമ്മളെ കുടുംബക്കാരെന്നില്ലേ നാളെ അവര് വരും, അവർക്ക് മനസ്സിലാവുമ്പോൾ അവര് വന്നോളൂ. അതിന് നമ്മൾ ഐഡി എന്ത് ചെയ്യണം, നിലനിർത്തി കൊണ്ടുപോകണം. 1000 റുപ്യ നമുക്ക് പർച്ചേസ് ചെയ്താൽ ഐഡി നിലനിൽക്കും. അപ്പൊ ഇപ്പോഴെന്തായി, ഇപ്പൊ എന്റെ മോനും മോളും ഇതില്ലായി, ഞങ്ങൾ ഫാമിലിയാണ് ഇത് ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ മോളുണ്ട്, എന്റെ മരുവനുണ്ട്, എന്റെ മരുമകള് രംഗത്തേക്ക് ഇല്ലെങ്കിലും എല്ലാത്തിനും അവള് കൂടെ നിന്നുകൊണ്ടാണ് അവളുള്ളത് കൊണ്ടാണ് എന്റെ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുവന്ന് ഐഡി അടിക്കാൻ എല്ലാത്തിനും അവള് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഐഡി നഷ്ടപ്പെടുത്താൻ ഒരിക്കലും സമ്മതിക്കാതെ, ഒരാളെയും സമ്മതിക്കരുത്. ഐഡി നിലനിർത്തി കൊണ്ടുവരണം. എന്നില്ലേ നാളെ കേട്ടില്ലേ ബിസിനസിന്റെ വലിപ്പങ്ങൾ കേട്ടില്ലേ. ഇനി എന്താ വേണ്ടത്? ഗവൺമെന്റും എല്ലാം അംഗീകരിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് അല്ല, ഇനി എന്ത് ബിസിനസ് അതിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് ഇറങ്ങുക. ഒരു നിമിഷം നിങ്ങൾ പതിഞ്ഞു നിൽക്കാൻ പാടില്ല. പിന്നെ ഉറക്കില്ല. ഈ ബിസിനസ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കുണ്ടാവരുത്. അതുകൊണ്ട് എനിക്ക് പുതിയ ആൾക്കാരോടാ പറയാനുള്ള, ആരെന്ത് പറഞ്ഞാലും മക്കളെ നിങ്ങൾ അത് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ പഠിക്കുക. നിങ്ങൾ വീട്ടിൽ പിന്നെ വീണ്ടും ഞാൻ പറയാണ്, മുന്നോട്ട് കയറി വരിക. ഇപ്പൊ പ്രൊഡക്റ്റ് ആദ്യത്തെ പോണല്ല, എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം 1000 റുപ്യന്റെ പ്രൊഡക്റ്റ് വിൽക്കാത്ത ദിവസമല്ല ഞാൻ എവിടെയും പോകുന്നില്ല. പക്ഷെ എനിക്ക് ഓർഡർ വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ആദ്യം ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തത് കൊണ്ട്, പ്രൊഡക്റ്റ് എല്ലാവർക്കും കൊടുത്ത് റിസൾട്ട് ഉള്ളത് കൊണ്ട് എന്താണ് ഇപ്പോഴും ഞാൻ കൊടുത്തുകൊണ്ടേ നിൽക്കുന്നത്. സ്ഥിരം കസ്റ്റമർ ആക്കി എടുക്കുക. ഓരോരുത്തരെയും അവർക്ക് ഐഡി കൊടുത്തിട്ട് ഓരോ ഐഡിയയിൽ നമ്മൾ സാധനം വാങ്ങി അവിടെ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് അധ്വാനിക്കാൻ നമുക്ക് അധ്വാനിക്കാതെ പൈസ നമുക്ക് വേണ്ടല്ലോ. അധ്വാനിച്ചിട്ടുള്ള പൈസ പോരെ. മൈൻഡാണ് നമുക്ക് വേണ്ടിയത്. മൈൻഡും ഫോണും അതാണ് നമ്മളെ ബിസിനസിന്റെ ആയുധം. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അല്ലാണ്ട് ബാഗിലിട്ട് തൂക്കി ഇങ്ങനെ ഒന്നായിട്ട് നടക്കലല്ല. നമുക്ക് ഫോണും നമ്മളെ മൈൻഡും അതിൽ കൂടി നമ്മൾ ബിസിനസ് ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫോണിൽ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ ഉമറുസ്താദ് നിങ്ങൾ കണ്ടില്ല, ഉമറുസ്താദ് അത്രയും രീതിയിൽ ബിസിനസ് അത്രയും സത്യമുള്ള സംഭവമാണ് കൂടി ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്,
ഉസ്താദ് ഇത്രയും വളർച്ചയിലെത്തിയത്. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക, മനസ്സുകൊണ്ട് നല്ലോണം സത്യമുള്ള സാധനം വിചാരിച്ച് ഏറ്റെടുക്കുക. ഏറ്റെടുത്താൽ നിങ്ങൾക്കൊക്കെയും വിജയം ഉറപ്പാണ്. എന്റെ കൂടെ നമ്മളെല്ലാവരും ഒന്നിച്ച് വിജയിക്കാനും ഒന്നിച്ചാണ്. പക്ഷെ ഞാൻ ആദ്യം വന്ന് കണ്ട ആൾക്കാരൊന്നും ഇതിലില്ലായിട്ട് കുറെ വിഷമങ്ങൾ എനിക്കുണ്ട്. കുറെ ആൾക്കാരുണ്ട് ഞാൻ സ്നേഹിക്കുന്ന, എനിക്കിഷ്ടമുള്ള കുറെ ആൾക്കാർ നമ്മളെ ബിസിനസ് നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ചെയ്യാറ്, അവരെ എന്തെന്നാ പറയാ, അവരെ സാഹചര്യം അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവര് മാറി നിന്നത്. അതുപോലെ ഒരാൾ ഇതിൽ മാറി നിൽക്കരുത്. അവരെന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ നോക്കിയാൽ ഖേദത്തോടു കൂടി വരും. ഇന്ന് തന്നെ എന്റെ മരുമകനും മോളും എപ്പോഴും പറയുന്നില്ലേ, 3 കൊല്ലം നഷ്ടപ്പെട്ട് ഞങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അന്ന് എന്തോ അങ്ങനെ നിന്ന് പോയി അവര്. പക്ഷെ നിങ്ങൾ നോക്കി ഇന്ന് പോലെ ഖേദിക്കുന്നില്ലേ, അതുപോലെ എല്ലാവരും ഇത് ഖേദിച്ച് മടങ്ങും. അതുകൊണ്ട് ഒരാളും ഒരു നിമിഷം പോലും വിട്ടു നിൽക്കാൻ പാടില്ല. ഇതിന്റെ ഒരു ഒസ്യത്തായിട്ട് നിങ്ങൾ എടുക്കുക എല്ലാവരും. അത് എനിക്ക് പറയാനുള്ളൂ.